വർണ്ണവേദിയ कंसशासनम् आकर्ण्य मम हृदयं शीघ्रं कर्णवेदिया कंसशासनम् आकर्ण्य मम हृदयं शीघ्रं कंसशासनम् आकर्ण्य मम हृदयं शीघ्रं कर्णवेदिया कंसशासनम् आकर्ण्य मम हृदयं. ഡോക്ടർ RLV രാമകൃഷ്ണൻ തൃപ്പൂണിത്തറ RLV കോളേജിൽ എന്ന മോഹിനിയാട്ടം പഠിച്ച കലാകാരനാണ്. 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും MG സർവകലാശാലയിൽ നിന്ന മോഹിനിയാട്ടത്തിൽ MA, കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ MPhil, മോഹിനിയാട്ടത്തിൽ PhD, അസിസ്റ്റന്റ് പ്രൊഫസർക്കുള്ള നെറ്റ്, ദൂരദർശൻ A ഗ്രേഡ് ആർട്ടിസ്റ്റ്, 15 വർഷത്തെ അധ്യാപക പരിചയം. ഇതാണ് യോഗ്യതകൾ. കഴിഞ്ഞ ദിവസം ഈ കലാകാരൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കുകയുണ്ടായി. കലാമണ്ഡലം എന്ന അതുല്യനാമം പേരിനൊപ്പം ചേർത്ത ഒരു കലാകാരി തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താൻ കാക്ക പോലെ കറുത്തതാണെന്നും ശരീരത്തിന് നിറവും സൗന്ദര്യവും ഉള്ളവർ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ എന്നും തനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നുവെന്ന RLV രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി ഈ ഫേസ്ബുക്ക് കുറിപ്പിന് ആസ്പദമായ പേരിനൊപ്പം കലാമണ്ഡലം എന്ന അതുല്യനാമം ഉള്ള കലാകാരിയുടെ വാക്കുകൾ കേൾക്കാം. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരന്നാണ്. എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലേ ദൈവം പോയി പെറ്റ തള്ള തയ്ക്കും. കലാമണ്ഡലം സത്യഭാമ എന്നാണ് ഈ കലാകാരിയുടെ പേര്. കൃത്യമായ വർണ്ണവെറിയാണ് സത്യഭാമ നടത്തിയിരിക്കുന്നത്. ഈ സംഭവം വലിയ വിവാദമാകുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിന്റെ കലാ സാംസ്കാരിക ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയമായി ഇത് മാറുന്നു. മാധ്യമ പ്രവർത്തകർ കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണത്തിനായി ചെല്ലുന്നു. പിന്നീട് നടന്നത് കാണുക. നാട്യശാസ്ത്രത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പഠിക്കാണ്ടെന്ന് പറഞ്ഞില്ലേ. സൗന്ദര്യത്തിനർത്ഥം വെളുപ്പ് എന്നല്ലല്ലോ. അതെ, പട്ടിയുടെ വാലിലും ഭരതനാട്യപ്പോ അറിയോ. അതായത് ഞാൻ പറയണത് എന്റെ സ്വന്തം അഭിപ്രായം സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട്. സൗന്ദര്യത്തിനെ കുറിച്ച് ഉണ്ട്. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് എന്താന്നുള്ളത് നിങ്ങളെ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കറുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെ കാശ് വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവർ പിന്നെ തട്ടേ കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ടേ കയറുമ്പോൾ നമ്മളെ ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു പോകും. കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കല്. കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനെ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? നെൽസൺ മണ്ടേല സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. റിപ്പോർട്ടറെ അറിയിക്കാം. നിങ്ങളുടെ വല്ലവരുടെയും ചെലവ് എനിക്കുണ്ടാവും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ സംസാരം? നിങ്ങള് മര്യാദയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഞാനൊരു സാരി സംസാരിച്ചു, ഞാൻ ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, ഇതെല്ലാം സംസാരിച്ചാൽ അതിനെ കുറിച്ച് സംസാരിക്കാം. അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ. ആ കറുപ്പും ഇയാള് നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ഇയാള്? പിന്നെ എന്തോന്ന് ബുക്ക് അങ്ങോട്ട് അറിയാൻ പോയി പഠിച്ചിട്ട് വരും. പ്രതികരണത്തിന് ചെന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ്. വർണ്ണവരി പരാമർശങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ഇന്നും കലാമണ്ഡലം സത്യഭാമ. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവകാശപ്പെട്ട സത്യഭാമ കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യമില്ലെന്നാണ് കരുതുന്നത് എന്നും പറഞ്ഞതിൽ കുറ്റബോധമില്ല എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്.
സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടത്തിലേക്ക് വരേണ്ടെന്നും മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവർക്കുള്ള കലയാണെന്നും തിരുവനന്തപുരത്ത് വസതിയിൽ ചെന്ന് കണ്ട മാധ്യമപ്രവർത്തകരോട് അവർ ഒരു ഭാവഭേദവുമില്ലാതെ പറയുകയാണ്. വർണ്ണവെറി നടന്നു എന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ട എന്ന് അവർ ചോദിക്കുന്നുണ്ട്. തന്റെ പരാമർശങ്ങളിലൊന്നും ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു. വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് അവർ പറയുന്നു. പക്ഷേ പേര് പരാമർശിക്കാത്ത അഭിപ്രായ പ്രകടനമാണെങ്കിൽ പോലും സർക്കാരിന് സ്വയം കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വർണ്ണ, ജാതി, വർഗ, ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായും വിവേചനപരമല്ലാത്തതുമായ അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഇനി രാമകൃഷ്ണന് പറയാനുള്ളത് കേൾക്കാം. മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചത്. എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന് ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ, 2 കേരള സംഗീത നാടക അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവർ കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലും പറയുകയാണ്. പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. വർണ്ണവെറി നിറഞ്ഞ മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവനയ്ക്കെതിരെ കലാമണ്ഡലം സത്യഭാമയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിന്റെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ എത്തി. RLV രാമകൃഷ്ണനെ പിന്തുണച്ചും സത്യഭാമയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതുമായിരുന്നു ആ പ്രതികരണങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം വലിയ തരത്തിൽ ചർച്ച ചെയ്തു. സത്യഭാമയുടെ നടപടി കേരളത്തിന് അപമാനമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭയാണ് രാമകൃഷ്ണൻ എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. നിറമല്ല കലയാണ് പ്രധാനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം രംഗത്തെത്തി. സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തതാണ്. പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഒരു ബന്ധവും സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഇല്ലെന്നും സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും RLV കോളേജ് അധികൃതരും പറഞ്ഞു. അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം RLVയുടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു പ്രതിഭയാണ് ഇങ്ങനെ പറയുന്നത്. RLVയെ അവമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് RLV രാമകൃഷ്ണനെ അവമാനിക്കുക എന്ന് പറയുന്നത്. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്. പ്രത്യേകിച്ചും ജാതിയും വർണ്ണവും എന്നൊക്കെ പറയുന്നത് ഒരു നർത്തകിയായ ഇത്രയും വലിയൊരു കലാകാരി എന്ന് പറയുന്ന ഈ സത്യഭാമ ടീച്ചർ, അവർ ടീച്ചറെന്ന് പറയാൻ തന്നെ യോഗ്യതയുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഈ ഒരു കല പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവൾ വലിയ ആഗ്രഹത്തിലൂടെയായിരിക്കും വരുന്നത്. കുട്ടി കറുപ്പായിരിക്കാം, ജാതി കുറവെന്ന് ഇവർ പറയുന്ന പോലെ ജാതി കുറവ് എൻ്റെ ഇതിൽ അങ്ങനെയില്ല, ജാതി കുറഞ്ഞെന്നൊക്കെ ഇവർ പറയുന്നു. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പഠിപ്പിക്കില്ല എന്ന് പറയുന്നത്, അവർ യോഗ്യരല്ല എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്? ഇവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇവർ പഠിപ്പിക്കാൻ യോഗ്യരല്ല, ഈ കല പഠിപ്പിക്കാനേ ഈ നർത്തകി യോഗ്യരല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു കല പഠിക്കാൻ വരുന്ന കുട്ടികൾ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, അവർ പഠിച്ച് വലുതായി ഇന്ന ആളാവണം എന്നൊരാഗ്രഹത്തോടു കൂടിയായിരിക്കും വരുന്നത്. ഇപ്പോൾ RLV രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ പഠിക്കാൻ വന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടെ വന്ന് പഠിച്ച്
അതും RLV കോളേജിൽ അന്നിരുന്ന ഗുരുക്കന്മാരെ എല്ലാം അവമാനിക്കുന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഈ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കുന്നത്. വളരെ മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് RLV കോളേജിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പ്രതിഷേധം, നിയമ നടപടിയും ഞങ്ങൾക്ക് ഗവൺമെൻറ് കോളേജാണ്, അത് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. നമുക്കങ്ങനെ പോകാൻ പറ്റുന്നുണ്ടോ, നിയമസാധ്യത ഉണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടത് വരും. എന്തായാലും എല്ലാ പിന്തുണയും നമുക്ക് രാമകൃഷ്ണന് നൽകുന്നതാണ്. ഞങ്ങൾ ഈ കോളേജിൽ അങ്ങനെ ഒരു വർണ്ണവ്യത്യാസമോ ജാതിപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് തറപ്പിച്ച് തന്നെ പറയാം. രാമകൃഷ്ണനെ പോലെയുള്ളവർ വലിയ വലിയ പ്രതിഭകളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു കലാകാരിയും കൂടിയായ ഒരു ടീച്ചർ ഇങ്ങനെ പറയാൻ പാടില്ല.